എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ഈ വെസ്റ്റേൺ കൾച്ചറിലെ മനസ്സിനെ 4 ഭാഗമായിട്ട് പിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. സൂപ്പർ കോൺഷ്യസ്, കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. 4 രീതിയിൽ മനസ്സിൻ്റെ ആക്ടിവിറ്റീസ്, അത് എങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യുന്നേ എന്നുള്ളതിനെ വെച്ച് അങ്ങനെ 4 രീതിയിലായിട്ട് പിരിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഇന്നലെ പറഞ്ഞു, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് അത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ സൂപ്പർ കോൺഷ്യസ് എന്ന് പറയുന്നത് ജ്ഞാനികൾക്കും ഋഷികൾക്കും മുനികൾക്കും ഒക്കെ ഉള്ളതാണ്. നമുക്ക് ആ ലെവൽ എത്തണം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട 10 വിഷയങ്ങൾ ഈ കോൺഷ്യസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിനും സബ് കോൺഷ്യസ് മൈൻഡിനും ഉള്ള വ്യത്യാസം 10 പോയിൻറ്റ്സ് ഞാൻ പറയാൻ പോവാണ്. ഈ 10 പോയിൻറ്റ്സും ആദ്യം കേൾക്കുക, മനസ്സിലാക്കുക, രണ്ടാമത് നമ്മളുടെ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുക. അതായത് കൊച്ചിലെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഡിഫറൻസസ് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അങ്ങനെ ഒരു നോട്ട് ബുക്ക് എടുത്ത് അതിൻ്റെ നടുക്കൊരു വര വരയ്ക്കുക. ഇവിടെ കോൺഷ്യസ് മൈൻഡ്, ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഇവിടെ മാർജിനിൽ പോയിൻറ്റ്സ് 1 2 3 4 അങ്ങനെ ഇട്ട് എഴുതി വെച്ചോളുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആദ്യം കേൾക്കണം, പിന്നെ രണ്ടാമത് കേൾക്കുമ്പോൾ എഴുതിയെടുത്താൽ മതി. ഓക്കെ, അപ്പം ആദ്യത്തെ പോയിൻറ്റ്, ഞാൻ ആദ്യം കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറയും, പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറയും. ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ലോജിക്കൽ തിങ്കിങ് ആണ്. ഈ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് എന്തുവാ? ഇപ്പം 2 2 4, അപ്പം 20 20 40. അപ്പം ഈ കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഈ ലോജിക്കലായിട്ടേ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതും അതും അങ്ങനെ, അപ്പോൾ ഇതും അതും അങ്ങനെ, അപ്പോൾ ഇതും അതും എങ്ങനെ എന്ന് സദാസർവകാലവും ലോജിക്കലായിട്ട് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അതേ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡിന് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനേ അറിഞ്ഞുകൂടാ. ആഴ്മനസ്സിന് ലോജിക്കലായിട്ട് ചിന്തിക്കാനേ അറിഞ്ഞൂടാ. അവൾ അങ്ങനെ പറഞ്ഞു, ഇവളിങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഇതിങ്ങനെ, അങ്ങനെ ലോജിക്കലായിട്ട് ചിന്തിക്കത്തേ ഇല്ല. സോ കോൺഷ്യസ് മൈൻഡ് ഈസ് ഹാവിങ് ലോജിക്കൽ തിങ്കിങ്, സബ് കോൺഷ്യസ് മൈൻഡിന് നോ ലോജിക്കൽ തിങ്കിങ്. ഓക്കെ, അതാ അതിന് എന്താണെന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിന് കാരണകാര്യം കണ്ടുപിടിക്കാൻ അറിഞ്ഞുകൂടാ. അതാണ് അതിൻ്റെ രീതി. പോയിൻ്റ് നമ്പർ 2, കോൺഷ്യസ് മൈൻഡിന് ഫീലിങ്സ് ഇല്ല. ഫീലിങ്സ് എന്ന് വെച്ചാൽ എന്തുവാ? സ്നേഹം, ദേഷ്യം, ഇരക്കം, അങ്ങനെയുള്ള ഫീലിങ്സ് ഇല്ലാത്തതാണ് ഈ കോൺഷ്യസ് മൈൻഡ്. എന്നുവെച്ചാൽ അതിന് ലോജിക്കലായിട്ടല്ലേ ചിന്തിക്കാൻ അറിയാവൂ, അതുകൊണ്ട്. അതേ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, അതിന് മൊത്തം സ്നേഹമേ അറിയാവൂ. സ്നേഹം, നന്ദി. ഇപ്പം ഈ 10 പോയിൻ്റ് പറയുമ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പിടികിട്ടും. ഞാൻ എന്തുകൊണ്ടാണ് ഹോപ്പനോപ്പോനോയെ കുറിച്ച് പറഞ്ഞേ, എന്തുകൊണ്ട് നമ്മൾ നന്ദിയോടിരിക്കണം, എന്തുകൊണ്ട് എല്ലാവരുടെ അടുത്തും സ്നേഹമായിട്ടിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, നമുക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. സോ കോൺഷ്യസ് മൈൻഡിനാണ് ഈ ഫീലിങ്സ് ഒന്നും ഇല്ലാത്തത്. വേറെ സബ് കോൺഷ്യസ് മൈൻഡിന് ഫീലിങ്സേ ഉള്ളൂ. സ്നേഹം, നന്ദി, അങ്ങനത്തെ പോസിറ്റീവ് ഫീലിങ്സാണ് കൂടുതൽ. രണ്ടാമത്തെ പോയിൻറ്റ്. മൂന്നാമത്തെ പോയിൻറ്റ്, ഈ കോൺഷ്യസ് മൈൻഡ് എപ്പോഴേ ഭയങ്കര ആക്റ്റീവായിരിക്കും. അതല്ലേ ജാഗ്രത. കോൺഷ്യസ് എന്ന് പറയുന്നത് ജാഗ്രത അവസ്ഥ. സോ എപ്പോഴും അലേർട്ടായിരിക്കും. മനസ്സ് ബീറ്റാ സ്റ്റേറ്റിലേ ഇരിക്കും. അതെന്തുവാ ബീറ്റാ സ്റ്റേറ്റ്? അത് തുടർന്ന് വരുന്ന അടുത്ത വീഡിയോയിൽ പറയാം. ഇതിൻ്റെ ഇടയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയാൽ അത് വേറെ രീതിയിലായി പോവും. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക,
കോൺഷ്യസ് മൈൻഡ് എപ്പോഴുമേ ബീറ്റ സ്റ്റേറ്റിലേ വർക്ക് ചെയ്യത്തുള്ളൂ. അതേ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് ആൽഫ സ്റ്റേറ്റിലേ ഇരിക്കും. ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആൽഫ, ബീറ്റ, തീറ്റ ഇതൊക്കെ ഒരു സ്റ്റേറ്റുകളാണ്. നമ്മുടെ മനസ്സിൻ്റെ വേറെ പല സ്റ്റേറ്റുകളാണ്. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സ്ഥിതി. ഓക്കെ, ഒരു സ്ഥിതിയിൽ ഒരു രീതി, ഇനിയൊരു സ്ഥിതി. അത് തുടർന്ന് വരുന്ന അടുത്ത വീഡിയോയിൽ അതായിരിക്കും നമുക്ക് ലാസ്റ്റ് വീഡിയോ, അതായത് മൈൻഡിനെ കുറിച്ചുള്ള ലാസ്റ്റ് വീഡിയോ. ഞാൻ പറഞ്ഞില്ലേ 3-ലൊന്നും നിൽക്കത്തില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇത് 5 വേണമെന്ന് തോന്നി 5-ാമത്തെ ഇതിൽ നമുക്കത് പറഞ്ഞ് നിർത്താം. ഓക്കെ, അപ്പം കോൺഷ്യസ് മൈൻഡ് വന്ന് ബീറ്റ സ്റ്റേറ്റിൽ വളരെ ആക്റ്റീവായിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് ആൽഫ സ്റ്റേറ്റിൽ വളരെ കാമായിട്ടിരിക്കും. ഓക്കെ, ശാന്തതയോട് കൂടിയുള്ള മൈൻഡാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, അപ്പം ആൽഫ സ്റ്റേറ്റ്, തീറ്റ സ്റ്റേറ്റ് ഇതൊക്കെയാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ. പിന്നെ കോൺഷ്യസ് മൈൻഡ് 4-ാമത്തെ പോയിൻ്റ്. കോൺഷ്യസ് മൈൻഡ് എപ്പോഴുമേ ഈ എന്തുവാ ഈ ഫാക്ട്സിനെ കുറിച്ചേ ചിന്തിക്കും. ഈ ഫാക്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ശരി, സൂര്യൻ എന്തുവാ കിഴക്കേ ഉദിക്കുന്നു, പടിഞ്ഞാറേ മറയുന്നു. കിഴക്കേ ഉദിക്കുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്, ഒരു സത്യം. പടിഞ്ഞാറേൽ അസ്തമിക്കുന്നു എന്നുള്ളതും ഇനിയൊരു സത്യം, ഇല്ല. ഇങ്ങനത്തെ ഫാക്ട്സിനെ കുറിച്ച് മാത്രമേ കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കത്തുള്ളൂ. അതേ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ഫാക്റ്റും വേണ്ട. അതിന് ഫാക്ട്സിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല, അത് ചിന്തിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നിറഞ്ഞിരിക്കുന്നത് ഈ സ്നേഹമാണ്. സ്നേഹവും നന്ദിയും. ബാക്കി വളരെ ഒരു വാടിയ ഒരു ചെടിയെ കാണുന്നു, അയ്യോ പാവം. കോൺഷ്യസ് മൈൻഡ് അങ്ങനെ ചിന്തിക്കത്തില്ല. കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നത് എങ്ങനെയാണോ? ഈ ചെടി എന്താ ഇങ്ങനെ വാടി കിടക്കുന്നേ? ഞാൻ ഇന്നലെ വെള്ളം ഒഴിച്ചല്ലോ. ഇന്നലെ എത്ര മണിക്കാണ് വെള്ളം ഒഴിച്ചേ? 5 മണിക്ക് ഞാൻ വെള്ളം ഒഴിച്ചു. പിന്നെന്താ ഇപ്പം വാട്ടം കാണുന്നേ? അതിന് ആ ഫീലിങ്സ് ഇല്ല കോൺഷ്യസ് മൈൻഡിന്. സബ് കോൺഷ്യസ് മൈൻഡിന് ഇന്നലെ വെള്ളം ഒഴിച്ചോന്നോ വെള്ളം ഒഴിച്ചില്ലെന്നോ അങ്ങനത്തെ ചിന്താഗതിയോട് പോകത്തില്ല. അയ്യോ ചെടിക്ക് എന്ത് പറ്റി, എങ്ങനെ വാടിക്കിടക്കുന്നു കണ്ടോ, അയ്യോ പാവം. ഫീലിങ്സ്. ഓക്കെ, അടുത്തത് 5-ാമത്തെ പോയിൻറ്റ്. ഈ കോൺഷ്യസ് മൈൻഡ് 3 കാലങ്ങളിലും ചിന്തിക്കും. അതായത് ഭൂതകാലം, വർത്തമാനകാലം, ഭവിഷ്യകാലം. പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഈ 3 കാലങ്ങളിലും ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിന് പ്രസൻറ്റ് ടെൻസ് മാത്രമേ അറിയാവൂ. പ്രസൻറ്റ് ടെൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന കാര്യം, അതിനെക്കുറിച്ച് മാത്രമേ അതിന് ചിന്തിക്കാൻ അറിയാവൂ. ഓക്കെ, അത് 5-ാമത്തെ പോയിൻറ്റ്. 6-ാമത്തെ പോയിൻറ്റ്, കോൺഷ്യസ് മൈൻഡ് ഒരു 2-3 സാധനങ്ങൾ ഒരേ സമയത്ത് ചിന്തിക്കും. അതിന് മോളി അതിനെക്കൊണ്ട് ചിന്തിക്കാൻ ഒക്കത്തില്ല. 2-3 പോയിൻറ്റ്. ഇപ്പോൾ അഷ്ടാവധാനി എന്നൊക്കെ പറയുന്നു, പക്ഷേ അതൊക്കെ വളരെ എക്സ്ട്രാordinary ആയിട്ടുള്ള മൈൻഡിനാണ്. കൂടിപ്പോയാൽ 2-3 കാര്യങ്ങൾ അറ്റ് എ ടൈം നമുക്ക് നോക്കാം. അറ്റ് എ ടൈം വെച്ചാൽ ഒരു സമയത്ത്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, അങ്ങനല്ല. 100ഓളം കാര്യങ്ങളും ഒരേ സമയത്ത് ചെയ്യാനുള്ള ശക്തിയുണ്ട്. ഇതിന് സബ് കോൺഷ്യസ് മൈൻഡ്. അത് 6-ാമത്തെ പോയിൻറ്റ്. 7-ാമത്തെ പോയിൻറ്റ്, കോൺഷ്യസ് മൈൻഡിന് സത്യവത, അസത്യവത, അല്ലെങ്കിൽ സത്യവത, കള്ളവത അതെന്ന് വേർതിരിച്ച് നോക്കാനുള്ള ശക്തിയുണ്ട്. ഇപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കത് വേണമല്ലോ. ഒരാളൊന്ന് പറയുന്നു, നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിക്കത്തില്ലേ? നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അലേർട്ടായിരിക്കുന്നു. ഇപ്പോഴില്ലേ അയാളെങ്ങനെ പറഞ്ഞിട്ട് പോയേ, ഇപ്പോൾ ഉടനെ നീ ഇത് പറയുന്നു, അവൻ പറഞ്ഞത് ശരിയാണോ, ഇവൻ പറഞ്ഞത് ശരിയാണോ, നമ്മൾ ചിന്തിക്കുന്നു ഇല്ലേ? അത് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡിന് അത് സത്യമാണോ അസത്യമാണോ കള്ളമാണോ എന്നൊന്നും അതിന് വേർതിരിച്ച് നോക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഓക്കെ, അടുത്തത് 8-ാമത്തെ പോയിൻറ്റ്. കോൺഷ്യസ് മൈൻഡ് പ്രയത്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. വളരെ പ്രയത്നിച്ചാണ്
വർക്ക് ചെയ്യുന്നത്. അതായത് വർക്ക്സ് വിത്ത് എഫേർട്ട് എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട്. അതേ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെയല്ല. അയ്യോ അതിന് 1000 കാര്യം അറ്റ് എ ടൈം ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല 1000 കാര്യവും ഒരു പ്രയാസം ഇല്ലാതെ അങ്ങ് ചെയ്തു പോകും. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കപ്പാസിറ്റി. പിന്നെ 9ാമത്തെ പോയിൻറ്റ്, കോൺഷ്യസ് മൈൻഡ് ഈ 5 സെൻസ് ഓർഗൻസിനെ, അതായത് പഞ്ചേന്ദ്രിയങ്ങളെ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്, അല്ലയോ? പഞ്ചേന്ദ്രിയങ്ങൾ വഴി അകത്ത് കയറുന്നതിനല്ലയോ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതേ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡിന് അതല്ല, അതിന് ഫീലിങ്സ് മാത്രമേ ഉള്ളൂ. അപ്പം അത് പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് വരുന്നോ അല്ല അതിനകത്ത് ഓൾറെഡി ഉണ്ടോ, അതൊന്നും ഒരു വിഷയമല്ല. അതിന് ഫീലിങ്സാണ് വലുത്. സ്നേഹം, ദയ, ദാക്ഷിണ്യം, എന്തുവാ, നന്ദി, അതൊക്കെയാണ് അതിനറിയാവുന്ന ഒരേ കാര്യം, ഫീലിങ്സ്. പിന്നെ 10ാമത്തെ പോയിൻ്റ്, ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അത് വാക്കുകൾ മൂലമാണ് അത് പ്രവർത്തിക്കുന്നത്. വാക്കുകൾ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചില വാക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി കാണും. ഈ പൂവെന്ന് പിങ്ക്. അപ്പം പിങ്ക് കളർ എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. കണ്ണുകൊണ്ട് അല്ലെങ്കിൽ കാതുകൊണ്ട് കേട്ട് മനസ്സിലാക്കി വെച്ച നിറവാണ് പിങ്ക്. അപ്പം ഈ ഫ്ലവർ വാസിലുള്ളത് പച്ചയും ബാക്ക്ഗ്രൗണ്ടും പിങ്ക് പൂക്കളുമാണ്, ഇതുപോലെ പുതിയതായിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് അത് ചിന്തിക്കുന്നത്. ഏത്? കോൺഷ്യസ് മൈൻഡ്. അപ്പം ഈ പിങ്ക്, പൂവ്, പച്ച, നിറം, ഇങ്ങനത്തെ വാക്കുകൾ കൊണ്ടാണ് ഈ കോൺഷ്യസ് മൈൻഡ് വർക്കാവുന്നത്. അതേ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡിന് വാക്കുകൾക്ക് പ്രസക്തിയില്ല. എന്തോ ഇതിനാ പിന്നെ? ഇപ്പം നിങ്ങളെ റെഡിയായി, ഫീലിങ്സ്. അപ്പം കൂടുതലും സബ് കോൺഷ്യസ് മൈൻഡിന് എന്തുവാ വേണ്ടിയത്? ഫീലിങ്സ് ആണ് ഉള്ളത്. അതുമാത്രമല്ല അത് ഈ പ്രസൻറ്റ് ടെൻസിൽ മാത്രമേ വർക്കാവത്തുള്ളൂ. ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കുക. എന്നുവെച്ചാൽ നാളെ എന്ന് വെച്ചാൽ ഭാവിയിൽ നമ്മൾ വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ നമ്മൾ സംസാരിക്കും. അപ്പം കൂടുതലും നമുക്ക് വേണ്ടിയത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സഹായമാണ്. കോൺഷ്യസ് മൈൻഡിൻ്റെ സഹായം വേണ്ട. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിനാണ് ആ നിമിഷം ഭവിഷ്യകാലത്തിൽ നിൽക്കാനുള്ള ശക്തിയുള്ളത്. അതുമാത്രമല്ല അതിന് ഫീലിങ്സാണ് കൂടുതൽ. നമ്മൾ ഫീലിങ്സ് വെച്ചാണ് നമ്മൾ ഈ വിഷ്വലൈസേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പം ഇത്രയും 10 വ്യത്യാസങ്ങൾ നേരെ നല്ലപോലെ കേട്ട് മനസ്സിലാക്കിയ പിന്നീട് വീണ്ടും ഒരു പ്രാവശ്യം കേട്ട് സ്ലോ ആക്കി എല്ലാ പോയിൻറ്റ്സും എഴുതിയെടുക്കുക. ഓക്കെ. പിന്നെ ഇനിയൊരു 5 പോയിൻറ്റ്സ് പറയാൻ പോവുക. അത് വ്യത്യാസങ്ങളല്ല, ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് തന്നെയാണ്. അതായത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഗുണാതിശയങ്ങൾ എങ്ങനെ? ഒരു കാര്യം, ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് റിഫ്ലെക്സ് ആക്ഷൻസിന് സഹായിക്കുന്നത്. ഈ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ഇപ്പം നമ്മൾ കാലിലൊരു മുള്ളു കുത്തി, പെട്ടെന്ന് നമ്മൾ ആ കാലിൽ നിന്ന് ആ മുള്ളിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ഥലത്തു നിന്ന് കാല് പൊക്കും, കാല് മാറ്റും. അതിൻ്റെ പേരാണ് റിഫ്ലെക്സ് ആക്ഷൻ. അതായത് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത് സയൻസ് പഠിച്ചവർക്കും മനസ്സിലാകും, അല്ലാത്തവർക്കും മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അതായത് തീയിൽ കൈവച്ചു അല്ലെങ്കിൽ കാലിൽ മുള്ളു കുത്തി, പെട്ടെന്ന് കയ്യോ കാലോ അവിടുന്ന് മാറ്റണം. ഇപ്പം അത് നമ്മൾ കാലിൽ മുള്ളു കുത്തിയ പിന്നീടേ കാലിൽ മുള്ളു കുത്തി, കാല് എടുക്കണോ വേണ്ടേ എന്ന് നമ്മളുടെ ബുദ്ധിയിൽ പോയി ആലോചിച്ചിട്ട് അത് എടുക്ക് എന്ന് പറഞ്ഞാൽ പിന്നീട് എടുക്കുന്നതിന് ഒരു 10-15 സെക്കൻഡ്സ് ആകും. പക്ഷേ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യുന്നു? മുള്ളു കുത്തിയ ഉടനെ അത് മനസ്സിലാക്കും. കാലിൽ മുള്ള കുത്തിയ എടുക്ക്, പെട്ടെന്ന്. അതിൻ്റെ പേരാണ് റിഫ്ലെക്സ് ആക്ഷൻ. അപ്പോൾ ഈ റിഫ്ലെക്സ് ആക്ഷനൊക്കെ നടക്കുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ്. ഒന്ന്.
രണ്ടാമത് ഈ ഈ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇപ്പോൾ സൈക്ലിംഗ്, ഇപ്പോൾ ഒരു കൊച്ച് കഷ്ടപ്പെട്ട് എണിച്ച് നിൽക്കുന്നു, പിന്നെ അത് കാല് വെച്ച് നടക്കുന്നു, പിന്നെ പടി കയറുന്നു, പിന്നെ ഓടുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വരുന്നു. ഇപ്പം നമ്മൾ തന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു, പിന്നെ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്നു, കാർ ഓടിക്കാൻ പഠിക്കുന്നു. ഇതൊക്കെയാണ് സ്കിൽസ്. അപ്പോൾ ഈ സ്കിൽസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാലത്ത് പഠിച്ചാൽ അതിന് പിന്നെ ജന്മത്തും മറക്കത്തില്ല. ഇപ്പോൾ ഒരാൾ ഇവിടെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു, ഫോറിനിൽ ജോലി കിട്ടി, അവിടെ പോയി കാർ മാത്രമേ ഓടിക്കാൻ ഒക്കത്തുള്ളൂ. കാർ ഓടിച്ചുകൊണ്ട് വരുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, ഇന്ത്യക്ക് വരുന്നു. പിറ്റേ ദിവസം സ്കൂട്ടറിൻ്റെ താക്കോലെട്, ടക്ക് എന്ന് സ്കൂട്ടർ എടുത്തുകൊണ്ട് ഓടും. 1 വർഷം 2 വർഷം തൊട്ട് കാണത്തില്ല സ്കൂട്ടർ. എന്നാലും നേരത്തെ പഠിച്ചത് ആ ആഴ്മനസ്സിൽ കിടപ്പുണ്ട്. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലി. അപ്പോൾ സ്കിൽസ് ഇപ്പം നമ്മളെ നടക്കാനേ ഇപ്പോഴും നമ്മളിങ്ങനെ പിച്ച വെച്ച് ഓരോ സ്റ്റെപ്പ് വെച്ചാണ് നടക്കുന്നത്. എത്ര ദൂരം നടക്കുന്നു നമുക്ക് അറിഞ്ഞൂടാ. വീട്ടിനകത്ത് കിടന്ന് ഓടുന്ന ഓട്ടമേ വലിയ ഓട്ടമാണ്, ഇല്ലയോ? അപ്പം എത്ര ഓടുന്നു, എത്ര പ്രാവശ്യം പടി കയറി ഇറങ്ങുന്നു, എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു, അതൊക്കെ ഈ സ്കിൽസ് എന്ന് പറയും. അപ്പോൾ സൈക്ലിങ് ഇതെല്ലാം പഠിച്ചാൽ അത് അകത്ത് കയറി കിടക്കും ഒരു സ്ഥലത്ത്. അത് ഏത് സ്ഥലമാണെന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡാണ്. രണ്ടാമത്തെ പോയിൻറ്റ്. മൂന്നാമത്തെ പോയിൻറ്റ്, ഇറ്റ് ഈസ് എ മീഡിയം ടു ടോക്ക് ടു അതേഴ്സ് മൈൻഡ്സ്. ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ വിസ്തരിച്ച് വേറെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടേ ഞാൻ ഇതിനെക്കുറിച്ച് പറയത്തുള്ളൂ. എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ആരും അതിന് തയ്യാറല്ല. അപ്പോൾ ഇപ്പോഴേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മിസ്യൂസ് ചെയ്യുമെന്ന് വെച്ചാലേ തെറ്റായിട്ടുള്ള പാതയിലായിരിക്കും അത് നമ്മൾ ഇടുന്നത്. അപ്പം മറ്റവരുടെ മനസ്സോട് നമുക്ക് സംസാരിക്കാൻ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളെ സഹായിക്കുന്നത്. അതേപോലെ പ്രപഞ്ചത്തിൻ്റെ കൂടെ സംസാരിക്കാനും ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പം 4 പോയിൻ്റായി. 5ാമത്തെ പോയിൻറ്റ്, ഈ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ബോധപൂർവം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കോൺഷ്യസ് മൈൻഡാണ് വർക്ക് ചെയ്യുന്നത്, ഇല്ലയോ? പക്ഷേ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പം എപ്പം തന്നെ വർക്ക് ചെയ്യും? നമ്മൾ ഉറങ്ങുമ്പം നമുക്ക് അബോധാവസ്ഥ എന്നല്ല, ബോധം കെട്ട് ഉറങ്ങി എന്നല്ലേ പറയുന്നത്. ഉറക്കത്തിനെ ആൾക്കാർ മരിക്കുന്നതിന് തുല്യമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഉറങ്ങി പിറ്റേ ദിവസം എണ്ണിക്കുമ്പം നമ്മൾ വലത്തെ വശത്തോട്ട് എണ്ണിക്കണം, ദൈവത്തിനെ ഓർക്കണം, നന്ദി പറയണം, ഇനി ഒരു പുതിയ ദിവസം കിട്ടിയതിന് നന്ദി എന്ന് പറയണം എന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ 5 മണിക്കൂർ ഉറങ്ങുന്നു, ബോധമില്ലാതാണ് ഉറങ്ങുന്നത്. ഇപ്പോൾ അടുത്തൊരു പല്ലി വീണാലോ ഒരു കൊതുകടിച്ചാൽ പോലും നമുക്കറിയത്തില്ല. വലിയ ശബ്ദങ്ങൾ കേട്ടാൽ അറിയാം, അത് വേറെ കാര്യം. അല്ലാത്ത ഇത് അപ്പം അങ്ങനെ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലിരിക്കുമ്പം നമ്മൾ ഉറങ്ങാൻ തുടങ്ങിയാലേ ഈ കോൺഷ്യസ് മൈൻഡ് ഉറക്കത്തിൽ പോകും. ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് മേളി വരുന്നതെന്ന് വെച്ചാൽ എവിടെ വരുന്നു? അത് വർക്ക് ചെയ്യാൻ തുടങ്ങും, അത് ജോലി ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ജോലി എന്തുവാണോ അതിന് പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട് നമ്മൾ ഉറങ്ങുമ്പം ചെയ്യുന്നത്. അതായത് ഈ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് നമ്മൾ കുറേ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഈ സ്നേഹവും ദേഷ്യവും ദയ, കാരുണ്യം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ കാര്യങ്ങളും അതിനകത്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി ചിട്ടയോടുകൂടി ജോലി ചെയ്യുന്നതാണ് ആ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലി. അതായത് ഒരു ദിവസമൊന്നല്ല, പല ദിവസങ്ങളായിട്ട് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ഇട്ടതെല്ലാം ദിവസവും ഇപ്പം നമ്മൾ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു, ഒരു ഡ്രസ്സ് വലിച്ചിടുന്നു, പോന്നു. അപ്പം അലമാരയെ തന്നെ ശനിയാഴ്ചയാകുമ്പം ഒരുമാതിരി ഒരു അവസ്ഥയിലാകും, അലങ്കോലമാകും. അപ്പം ഞായറാഴ്ച നമ്മളെന്തോ ചെയ്യും? എല്ലാം ഇരുന്ന് അടുക്കി പറക്കി വെക്കും. അതിൻ്റെ സാരി, ഈ ബ്ലൗസ്, ഇതിൻ്റെ പാവാട, അല്ലെങ്കിൽ ഇതിൻ്റെ പാൻറ്റ്, ഇതിൻ്റെ ഷർട്ട്, അങ്ങനെയൊക്കെ നമ്മൾ അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടിയതെല്ലാം അടുക്കി പറക്കി വെക്കും, ഇല്ലയോ? അങ്ങനെ ഈ ഉൾമനസ്സിൽ ആഴ്മനസ്സിൽ കിടക്കുന്ന ഫീലിങ്സിനെയെല്ലാം
അടുക്കും ചിട്ടയോടുകൂടി അടുക്കി പിറക്കി വയ്ക്കുന്നതാണ് ഈ ഉറങ്ങുമ്പം സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്ന ജോലി. ഓക്കെ, അപ്പം സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് 15 പോയിൻ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺഷ്യസും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 10 വ്യത്യാസങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതങ്ങനെ ഇരിക്കട്ടെ. ഈ ഇത്രയും പോയിൻറ്റ്സും നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് വഴി സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ പോയി കിടക്കട്ടെ. നമുക്ക് വേണുമ്പം എടുക്കാം. ഓക്കെ, താങ്ക് യു.